ക്രിസ്തുമസ് ഒക്കെ ആയല്ലോ, നമുക്കിന്നൊരു പ്ലം കേക്ക് റെഡിയാക്കാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഓറഞ്ചൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ നീര് എടുക്കണം. അപ്പോൾ പ്ലം അതിൻ്റെ തൊലിയൊക്കെ കളയണം. അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് എല്ലാത്തിൻ്റെയും കറക്റ്റ് അളവ് പറയാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 1.5 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, കറുവപ്പട്ട പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഒരു പിഞ്ച് ഉപ്പ്. ഇതെല്ലാം കൂടി ഞാൻ അരിച്ച് എടുത്തേക്കണം. പൊടിയെല്ലാം ഒന്ന് അരിച്ചിട്ടേക്കണതാണ്. ഇനി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇതെല്ലാം കൂടി ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് മാതള നാരങ്ങ കുറച്ച് ആവശ്യം എന്ന് വെച്ചാൽ ഒരു പകുതി ഉണ്ട് ഇത്. പിന്നെ പ്ലം 3 എണ്ണം കട്ട് ചെയ്ത് തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, ഓറഞ്ച് തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1/4 കപ്പ് പഞ്ചസാര. ഇതെല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് നെയ്യ് അല്ലെങ്കിൽ ഓയിൽ എടുത്താലും മതി, 1/4 കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസ്, നമുക്ക് വാനില എസൻസ് 1/2 ടീസ്പൂൺ വേണം. ഇനി നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. അത് ഫ്രൂട്ട്സ് കാരമലൈസ് ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാര. ഇതൊരു ബ്രൗൺ കളറ് വരുന്നത് വരെ നമുക്ക് റെഡിയാക്കാം. ചെറിയ ചൂടിൽ നമുക്ക് ഇളക്കിക്കൊണ്ട് അത് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കണം. പഞ്ചസാര ഒരു ലൈറ്റ് ബ്രൗൺ വരെ മതി. ഇനി നമ്മൾ ആ ഫ്രൂട്ട്സൊക്കെ കൂടി റെഡിയാക്കി വെച്ചേക്കണത് ഇതിലേക്ക് പയ്യെ ഒഴിച്ചെടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് വാങ്ങി വയ്ക്കാം ചൂടാറാൻ. നല്ല തിക്കാവേണ്ട ആവശ്യമില്ല, നമുക്കിത് ഇത്രയും മതി. ഇനി ഇത് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗളിൽ ഷുഗറും നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഓറഞ്ച് ജ്യൂസ് കുറേശ്ശെ ഒഴിച്ച് നമുക്കിത് സ്മൂത്ത് ആക്കിയെടുക്കണം. ഇതിപ്പോൾ നല്ലൊരു സ്മൂത്ത് ബാറ്റർ ആക്കിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചേക്കണം മൈദ കുറേശ്ശെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം, കുറേശ്ശെ ഒഴിച്ച്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ കുറച്ച് കാഷ്നട്ടും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഞാനിത് റെഡിയാക്കുന്നത് ഓവനിലല്ല, ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ട് അതിനകത്ത് അടിയിൽ ഉപ്പ് കല്ല് 1 ഗ്ലാസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മീതെ ഒരു ചെറിയൊരു പാത്രം കമത്തി വെച്ചിട്ട്, ഈ പാത്രമാണ് ഞാനിപ്പോൾ അടപ്പയിൽ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഉപ്പിട്ടിട്ടുണ്ട്, ഒരു പാത്രം കമത്തിയും വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതയിലേക്കാണ് കേക്ക് ഒഴിച്ച് പാത്രം കൊണ്ടുവന്ന് വെക്കാൻ പോണേ, കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച്. ഇതിപ്പോൾ ഞാൻ ചെറിയ തീയിൽ അത് ചൂടാക്കാൻ വെച്ചേക്കുവാണ്. ആ ഉപ്പൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് ഇതിൻ്റെ മീതിട്ട് വയ്ക്കാൻ. ബാറ്റർ ഒഴിച്ച് വെക്കാനായിട്ട് ഈ പാത്രമാണ്. ഇതിനകത്ത് ഞാനിപ്പം നെയ്യ് പുരട്ടി വെച്ചേക്കുവാണ്. ഇനി അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് വെക്കാം. നമ്മൾ അടപ്പയിൽ വെക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുമള പോലെ വരും. അതിന് നമുക്ക് ഇത് 2-3 ഇങ്ങനെ എടുത്ത് തട്ടി വയ്ക്കാം. ഇതിൻ്റെ മീതെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിത്തിരി ടൂട്ടി ഫ്രൂട്ടിയും കശുവണ്ടി പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് എന്തായെന്നൊന്ന് നോക്കാം. ആയിട്ടുണ്ട്. ഇനി അത് വാങ്ങി വെച്ച് ഒന്ന് തണുക്കട്ടെ. ഇതാ എൻ്റെ ഓവനില്ലാതെ റെഡിയാക്കിയ കേക്ക്, ഇപ്രാവശ്യത്തെ ക്രിസ്തുമസ് കേക്ക്.